നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു ശക്തമായ നീക്കം നടത്തിയിരിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ സഹിതം പൊതുജന സമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തെ ഭരണകക്ഷിയായിട്ടുള്ള BJPയെയും അതിൻ്റെ നേതൃത്വത്തെയും നേരിട്ടിപ്പോൾ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ പോരാട്ടം കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളെയാണ് ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കത്തിനെ അദ്ദേഹം തെരഞ്ഞെടുത്തത് കർണാടക എന്ന സംസ്ഥാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് യാദൃശികമല്ല, മറിച്ച് രാഷ്ട്രീയമായി കൃത്യമായ ആസൂത്രണത്തിൻ്റെയൊക്കെ ഭാഗമാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുന്നത് ഈ പോരാട്ടത്തിനൊരു സുരക്ഷിതമായിട്ടുള്ള വേദിയൊരുക്കുന്നു. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും ശേഖരിക്കാൻ ഭരണകക്ഷി എന്ന നിലയിൽ അവർക്ക് കൂടുതൽ എളുപ്പമാണ്. പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഈ തന്ത്രത്തിൻ്റെ കാതൽ. കർണാടകയിൽ നിന്നുള്ള ഈ നീക്കം ദേശീയ തലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കേവലം വാക്കാലുള്ള പ്രസ്താവനകളായിരുന്നില്ല, മറിച്ച് കൃത്യമായ വിവരങ്ങളുടെയും തെളിവുകളുടെയും പിൻബലത്തിലായിരുന്നു. ഒരു മാസം മുൻപ് ബംഗളൂരുവിലെ മഹാദേവപുര മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടെന്ന ആരോപണത്തിന് പിന്നാലെ അദ്ദേഹം ഇപ്പോൾ കലബുർഗി ജില്ലയിലെ അലന്തു മണ്ഡലത്തിലെ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ നടന്ന വാർത്താ സമ്മേളനം ഏറെ ശ്രദ്ധേയമായി. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട 608 വോട്ടുകളുടെ രേഖകൾ അദ്ദേഹം പ്രദർശിപ്പിച്ചു. എന്നാൽ അതിലുമുപരിയായിട്ട് വോട്ടവകാശം നഷ്ടപ്പെട്ട വ്യക്തികളെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഹാജരാക്കി. ഇത് ആരോപണങ്ങൾക്ക് മാനുഷികമായ ഒരു മുഖം നൽകുകയും വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഭരണകൂടത്തിൻ്റെ പക്ഷപാതപരമായിട്ടുള്ള നീക്കങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് ഇത് ഒരു ഉദാഹരണമായി തന്നെ മാറി. കാരണം ഒരു നേതാവ് എന്നതിനപ്പുറം ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ ഇത് വർദ്ധിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിയ പ്രതിസന്ധിയിൽ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. എന്നാൽ കമ്മീഷൻ്റെ പ്രതികരണം ആരോപണങ്ങളുടെ ഗൗരവത്തിനനുസരിച്ച് ഉയർന്നിട്ടില്ല. അവർ ഒരു ഔദ്യോഗിക പ്രതിരോധ പ്രസ്താവന ഇറക്കിയതിന് പകരം ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും ആശങ്കയുണ്ടാക്കുന്ന ഒരു സമീപനം കൂടിയാണ്. ഒരു സ്വതന്ത്രവും അതോടൊപ്പം തന്നെ നിഷ്പക്ഷവുമായിട്ടുള്ള സ്ഥാപനമെന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യേണ്ടതായി. എന്നാൽ ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് തയ്യാറാകാത്തതും വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകാത്തതും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കർണാടക DACയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിച്ച വിവരങ്ങളും രേഖകളും പരസ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ വീണ്ടും ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഈ സംഭവം BJPയെയും പ്രതിരോധത്തിൽ ഇപ്പോൾ ആക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഉന്നയിച്ച വോട്ട് മോഷണം എന്ന ആരോപണം BJPക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നുവെന്ന വാദത്തിന് ഇപ്പോൾ ശക്തി നൽകുകയാണ്. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കും. പ്രതിപക്ഷം ഈ വിഷയം അതിന് BJPയുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾക്കുള്ള തെളിവായിട്ട് ഉയർത്തിക്കാട്ടാൻ സാധ്യതയുമുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ധർമ്മയുദ്ധം അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിൻ്റെ ഈ നീക്കങ്ങൾ സഹായകരമാകുമോ എന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വിഷയത്തിലെ തുടർച്ചയായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും.